വെൽക്കം ബാക്ക് ടു മമോസ് വ്ലോഗ്. പെട്ടെന്നൊരു ഡിന്നർ സെറ്റ് ചെയ്തെടുത്താലോ? ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയും പുറത്തുനിന്ന് മേടിച്ച പൊറോട്ടയുമാണ് ഇന്നത്തെ ഡിന്നർ. മടി പിടിച്ചിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ആദ്യം തന്നെ ഈ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം. അതിന്റെ കൂടെ തന്നെ 4 സബോള തൊലി കളഞ്ഞ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചിക്കൻ ക്ലീൻ ചെയ്തെടുത്തു. 2 തക്കാളിയും സബോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഉപ്പും ഇട്ട് കൊടുത്ത് ഇളക്കുക. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പൊടിക്കാത്ത മസാലക്കൂട്ടും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. എങ്ങനെ ചെയ്താൽ കറിക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടും. എന്നിട്ട് സബോള നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ആദ്യം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാത്തത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഏകദേശം എല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണമൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ചിക്കൻ കറിയുടെ നല്ല മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിക്കാൻ പൊറോട്ടയും അപ്പവുമാണ് എടുത്തിട്ടുള്ളത്. ഭംഗിക്ക് വേണ്ടി ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ഇനി കഴിക്കാൻ പോവാണ്. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.